പ്രവാസികളെ, നിങ്ങൾ കിട്ടുന്ന പണം മൊത്തം നാട്ടിലേക്ക് അയക്കരുത്. നിങ്ങൾക്കറിയില്ലേ സമ്പത്ത് വളർത്താനുള്ള ആ 20-30-50 ഫോർമുല? ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. സ്വാഗതം മനോരമ ഓൺലൈൻ കാഷ്വൽ ടോക്കിലേക്ക്. വിദേശത്തെത്തിയാൽ എല്ലാ പ്രവാസികളും പറയുന്നൊരു കാര്യമുണ്ട്. ഒരു 2 വർഷം ജോലി ചെയ്യണം, കടം തീർക്കണം, കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കണം, നാട്ടിൽ പോയി എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം. പക്ഷേ ഇങ്ങനെ പറയുന്ന പലരും 10-15 വർഷം കഴിഞ്ഞാലും പ്രവാസ ജീവിതം തുടരുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. മിക്ക പ്രവാസികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ആദ്യം നാട്ടിലെ കടം തീർത്തു, പിന്നെ ഒരു വീട് വെച്ചു, പിന്നെ ഒരു കല്യാണം കഴിച്ചു, പിന്നാലെ കുട്ടികളുണ്ടായി, അവരുടെ വിദ്യാഭ്യാസ ചെലവ്, വീട്ടിലെ മറ്റ് ചിലവുകൾ, അങ്ങനെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു അപരിചിതനെ പോലെ വന്നു കയറുമ്പോൾ കുടുംബത്തിന് നമ്മൾ ഭാരമാകാതെ നോക്കണം. ഗൾഫിൽ വലിയ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന പലരും ഇന്ന് നാട്ടിലെത്തി എക്സ് പ്രവാസികളായി മക്കളുടെയും മരുമക്കളുടെയും കാരുണ്യത്തിൽ സ്വന്തം വീട്ടിൽ ജീവിക്കേണ്ടി വരുന്നുണ്ട്. ഇവിടെയാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് പ്രവാസി കൃത്യമായി നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത്. കിട്ടുന്ന ശമ്പളത്തിൻ്റെ എത്ര രൂപയാണ് നാട്ടിലേക്ക് അയക്കേണ്ടത്, എത്ര രൂപ സ്വന്തം പേരിൽ നിക്ഷേപിക്കണം, എവിടെയൊക്കെ നിക്ഷേപിക്കണം, എങ്ങനെയാണ് കടങ്ങളെല്ലാം തീർക്കേണ്ടത്, ഇനി യുദ്ധം പോലെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായി കുറച്ചു കാലം നാട്ടിൽ പെട്ടുപോയാൽ എന്ത് ചെയ്യണമെന്ന കാര്യവും ഞാൻ പറഞ്ഞു തരാം. ശരി, ഗൾഫ് രാജ്യങ്ങളിലെ മാറുന്ന സാഹചര്യങ്ങളും നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും കണക്കിലെടുക്കുമ്പോൾ ഓരോ പ്രവാസിക്കും കൃത്യമായ ഒരു ഫിനാൻഷ്യൽ മാപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട്. കിട്ടുന്നതെല്ലാം നാട്ടിലേക്ക് അയക്കേണ്ടതില്ലെന്നാണ് പ്രവാസി ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാ മാസവും കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും റൂം റെൻറ്റും വട്ടച്ചെലവും കഴിഞ്ഞുള്ള പണമെല്ലാം നാട്ടിലേക്ക് അയക്കുന്നവരാണ് മിക്ക പ്രവാസികളും. അല്ലെങ്കിൽ നാട്ടിലെ കുടുംബത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പണം അയക്കും. ശരിക്കും അങ്ങനെയാണോ നമ്മൾ പണം അയക്കേണ്ടത്? അല്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഇവിടെയാണ് ഒരു മാന്ത്രിക സംഖ്യ ഓരോ പ്രവാസിയും ഓർക്കേണ്ടത്. 50-30-20. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ശരിയാക്കി തരാം. നോക്കൂ, നിങ്ങൾക്ക് 1,20,000 രൂപയാണ് പ്രതിമാസം ശമ്പളം ലഭിക്കുന്നതെന്നിരിക്കട്ടെ. ഇതിലെ 20% ആദ്യമേ മാറ്റണം. ഇത് നിങ്ങളുടെ നിക്ഷേപവും സേവിങ്സുമാണ്. ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. 1,20,000 രൂപയുടെ 20%-മായ 24,000 രൂപ ആദ്യമേ സേവിങ്സ് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളിലേക്കോ മാറ്റണം. ബാക്കി 30% ലൈഫ് സ്റ്റൈൽ, പേഴ്സണൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. ബാക്കി വരുന്ന 50% ഒഴിവാക്കാനാവാത്ത ചിലവുകൾക്ക് വേണ്ടി മാറ്റേണ്ടത്. അതായത് വാടക, വീട്ടുചെലവ്, മക്കളുടെ ഫീസ് എന്നിവയെല്ലാം ഇതിൽ തന്നെ നിർത്താൻ ശ്രമിക്കണം. സംഗതി ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്തു നോക്കിയാൽ ഫലമുറപ്പ്. ഈ ഫോർമുല നിങ്ങൾക്ക് ശരിയാകുന്നില്ലെങ്കിൽ 40-40-20 അല്ലെങ്കിൽ 60-20-20 എന്നീ രീതിയിലും പണം അയക്കാവുന്നതാണ്. പക്ഷേ കിട്ടുന്നതിൽ 20%മെങ്കിലും സേവ് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് പാടില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വരുമാനം വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനാണ് പ്രാധാന്യം നൽകേണ്ടത്. സബ്സ്ക്രിപ്ഷനുകൾ, കുഞ്ഞു ഷോപ്പിംഗ് തുടങ്ങി ശ്രദ്ധിക്കാതെ പോകുന്ന ചെലവുകൾ മാസാവസാനം വലിയ തുകയായി മാറും. ഇവ ട്രാക്ക് ചെയ്യാൻ മണി മാനേജർ പോലുള്ള ആപ്പുകളും ശീലമാക്കണം. പല പ്രവാസികളും പറഞ്ഞു കേട്ടിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്, കടമില്ലാത്ത പ്രവാസ ജീവിതമാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന്. ഒരു കണക്കിന് നോക്കിയാൽ എല്ലാ മനുഷ്യരുടെയും സ്വപ്നമല്ലേ ഇത്? ഇനി എങ്ങനെയാണ് ഈ കടം തീർക്കുക എന്നുള്ളത് നോക്കാം. കടത്തിൻ്റെ മുൻഗണനാ ക്രമത്തിൽ അവ തീർക്കുകയാണ് നല്ലത്. അതായത് കൂടുതൽ അടച്ചു തീർക്കാനുള്ള, കൂടുതൽ തുകയുള്ള അല്ലെങ്കിൽ കൂടുതൽ പലിശയുള്ള കടങ്ങൾ ആദ്യം തീർക്കണം. ക്രെഡിറ്റ് കാർഡ്, പേഴ്സണൽ ലോണുകൾ എന്നിവയ്ക്ക് 12% മുതൽ 30% വരെ പലിശ വരും. ഇവ ആദ്യം തന്നെ തീർക്കാൻ ശ്രമിക്കണം. നാട്ടിലെ ഭവന വായ്പയുടെ പലിശ നിരക്ക് കുറഞ്ഞിട്ടുണ്ടോ എന്ന് സ്ഥിരമായിട്ട് പരിശോധിക്കണം. ഉയർന്ന പലിശയുള്ള വായ്പകൾ കുറഞ്ഞ പലിശയുള്ള ബാങ്കുകളിലേക്ക് മാറ്റിയാൽ ലക്ഷങ്ങൾ ലാഭിക്കാൻ പറ്റും. പല വായ്പകൾക്ക് EMI അടയ്ക്കുന്നതിന് പകരം ഒറ്റ വായ്പയിലേക്ക് മാറ്റുന്ന കാര്യവും പരിഗണിക്കാവുന്നതാണ്. സീരിയസ് ആയ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നാളെ പെട്ടെന്നൊരു ദിവസം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്ര കാലം കുടുംബത്തിന് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ കഴിയും? ഇവിടെയാണ് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം. പലരും ഇൻഷുറൻസ് എടുക്കുന്നത് ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടായിരിക്കും. എടാ, ഞാൻ എടുത്ത ഇൻഷുറൻസ് കൊള്ളാം, നീയും അതെടുത്തോ എന്ന് ഏതെങ്കിലും ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ചിട്ടാകും നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. ശരിക്കും അങ്ങനെയല്ലേ നിങ്ങളും ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്? എന്നാൽ അങ്ങനെയല്ല ഇൻഷുറൻസ് എടുക്കേണ്ടതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ശരിക്കും നിങ്ങൾക്ക് അനുയോജ്യമായ ഇൻഷുറൻസ് പദ്ധതി ഏതാണെന്ന് മനസ്സിലാക്കി വേണം ഈ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ. ആദ്യം ഒരു ടേം ഇൻഷുറൻസ് പരിഗണിക്കണം. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബം സാമ്പത്തികമായി തകരാതിരിക്കാനാണിത്. നിങ്ങളുടെ വാർഷിക ശമ്പളത്തിൻ്റെ 10 മടങ്ങെങ്കിലും കവറേജുള്ള പ്ലാൻ വേണം തിരഞ്ഞെടുക്കാൻ. കുറഞ്ഞ പ്രീമിയത്തിൽ വലിയ സുരക്ഷ നൽകാൻ പോകുന്നതാണിത്. അടുത്തത്, നാട്ടിലുള്ള മാതാപിതാക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഒരു മെഡിക്കൽ ഇൻഷുറൻസ് സെറ്റ് ചെയ്യുക എന്നതാണ്.
ഇതിലൂടെ ചികിത്സാ ചെലവുകൾ മൂലമുള്ള സാമ്പത്തിക തകർച്ച ഒഴിവാക്കാൻ സഹായിക്കും. എല്ലാവർക്കും ഒരുമിച്ച് കവറേജ് ലഭിക്കുന്ന ഫാമിലി ഫ്ലോട്ടർ പോളിസികൾ പരിഗണിക്കുന്നതാണ് നല്ലത്. 60 വയസ്സിന് മുകളിലുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി വ്യക്തിഗത പോളിസികളും പരിഗണിക്കുന്നത് നല്ലതാണ്. ഇനി എവിടെയൊക്കെ നിക്ഷേപിക്കണമെന്ന ചോദ്യത്തിലേക്ക് നിങ്ങളൊരു കാര്യം സ്വയം ചോദിക്കൂ. എവിടെയാണ് നിങ്ങളുടെ പണം മുഴുവൻ നിക്ഷേപിക്കുന്നത്? സ്വർണത്തിലാണോ, റിയൽ എസ്റ്റേറ്റിലാണോ, അല്ലെങ്കിൽ വീടുകൾ വാങ്ങിയിടുകയാണോ ചെയ്യുന്നത്? ഇവയെല്ലാം നല്ല നിക്ഷേപങ്ങൾ തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇവ മാത്രമാണോ നിക്ഷേപം? ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ നിക്ഷേപിക്കുകയാണ് ഇതിനുള്ള പരിഹാരം. മക്കളുടെ വിദ്യാഭ്യാസമോ റിട്ടയർമെൻറ്റോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദീർഘകാല നിക്ഷേപമായി SIP വഴിയുള്ള മ്യൂച്വൽ ഫണ്ട് പരിഗണിക്കാവുന്നതാണ്. NRE, NRO അക്കൗണ്ടുകളിലെ പലിശ നിരക്കുകൾ താരതമ്യം ചെയ്ത് മികച്ച ലാഭം തരുന്ന ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപം നടത്താനും ശ്രദ്ധിക്കണം. മറ്റൊരാൾ ചെയ്യുന്നത് പോലെയുള്ള നിക്ഷേപമല്ല നിങ്ങൾക്ക് വേണ്ടത്, മറിച്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ അനുസരിച്ചുള്ള നിക്ഷേപ രീതി വേണം സ്വീകരിക്കാൻ. അടുത്തത് മിക്ക പ്രവാസികളും ചെയ്യാൻ മടിക്കുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ മിക്കവർക്കും അറിയാത്തൊരു കാര്യമാണ്. നിങ്ങൾ പ്രവാസിയാണെങ്കിൽ നാട്ടിലെ റെസിഡൻറ്റ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ NRO അക്കൗണ്ടുകളായി മാറ്റണം. നാട്ടിൽ വാടക, പലിശ തുടങ്ങിയ വരുമാനമുണ്ടെങ്കിൽ കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനും മറക്കരുത്. ഇത്തരം കാര്യങ്ങൾ മനഃപൂർവ്വമല്ലാതെയാണെങ്കിലും മറക്കുന്നത് പിന്നീട് വലിയ നിയമക്കുരുക്കുകളിലേക്ക് പോകാൻ കാരണമാകുമെന്നും ഓർക്കണം. ഇനിയാണ് റിട്ടയർമെൻറ്റ് പ്ലാനിൻ്റെ ഒരു ആവശ്യകത. ഓർക്കുക, പ്രവാസം എന്നത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ല. ഇത് പല പ്രവാസികളും മറക്കുന്നൊരു കാര്യമാണ്. ഒരാളും ഗൾഫ് രാജ്യങ്ങളിൽ ആയുഷ്കാലത്തോളം ജോലി ചെയ്യാൻ പോകുന്നില്ല. ഒരു ദിവസം നാട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങി വന്നേ മതിയാകൂ. പക്ഷേ ഒരു അപ്രിയ സത്യം നിങ്ങൾ ഇപ്പോഴേ സ്വയം ചോദിച്ച് മനസ്സിലാക്കണം. നാട്ടിലേക്ക് മടങ്ങേണ്ടത് ഫിനാൻഷ്യൽ ഫ്രീഡത്തോടെയാണോ അതോ സാമ്പത്തിക ഞെരുക്കത്തിലേക്കാണോ? ഇവിടെയാണ് റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം. നാട്ടിൽ പോയി എന്തെങ്കിലും ചെയ്ത് ജീവിക്കാമെന്നല്ല തീരുമാനിക്കേണ്ടത്. പകരം സമ്പാദിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായ റിട്ടയർമെൻറ്റ് പ്ലാൻ ആരംഭിക്കണം. പ്രവാസം മതിയാക്കി നാട്ടിലെത്തിയാൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായ പ്ലാൻ വേണം. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വിദേശത്തേക്ക് പോയ അവസ്ഥയില്ല നിലവിൽ നാട്ടിലുള്ളത്. തലമുറകൾ തന്നെ മാറി. നാട്ടിൽ എന്ത് ആരംഭിക്കുന്നതിന് മുമ്പും കൃത്യമായ പഠനം നടത്താനും മറക്കരുത്. ജോലിയില്ലാത്ത കാലത്തും വരുമാനം ലഭിക്കുന്ന രീതിയിൽ ഡിവിഡൻഡ് സ്റ്റോക്കുകളിലോ വാടക ലഭിക്കുന്ന പ്രോപ്പർട്ടികളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ടാക്സ് ആനുകൂല്യവും സുരക്ഷിതമായ പെൻഷനും ഉറപ്പാക്കാൻ നാഷണൽ പെൻഷൻ സ്കീം പോലുള്ളവ ആരംഭിക്കുന്നത് നല്ലതാണ്. ഇറാൻ യുദ്ധകാലത്ത് നാട്ടിലെത്തി പെട്ടുപോയ പല പ്രവാസികളുടെയും കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ വരുമാനം പൊടുന്നനെ നിലയ്ക്കും. ശമ്പളമില്ലാതെ എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകും? എത്ര കാലം കടം വാങ്ങി കാര്യങ്ങൾ മുന്നോട്ട് നീക്കും? ഇവിടെയാണ് ഓരോ പ്രവാസിയും എമർജൻസി ഫണ്ടിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ട്രിപ്പ് പോയി അടിച്ചു പൊളിക്കാനോ ഐഫോൺ വാങ്ങാനോ ഉള്ള ഫണ്ടല്ല, മറിച്ച് ഇത് നിങ്ങൾക്കും കുടുംബത്തിനും സുരക്ഷിത വലയം തീർക്കുന്ന ഒന്നാണ്. കുറഞ്ഞത് 6 മാസത്തേക്കെങ്കിലും EMI അടക്കമുള്ള എല്ലാ ചെലവുകളും നടന്നു പോകുന്ന ഒരു എമർജൻസി ഫണ്ട് എല്ലാ പ്രവാസികളും സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു 6 മാസത്തേക്കെന്ന് പറഞ്ഞത് ഒരു സ്റ്റാൻഡേർഡ് കണക്കാണ്. 1 വർഷത്തേക്കാണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്ന നിക്ഷേപങ്ങളിൽ എമർജൻസി ഫണ്ട് സൂക്ഷിക്കുന്നതാണ് ഉചിതം. പറഞ്ഞു വന്നതിൻ്റെ പൊരുൾ ഇതാണ്: പ്രവാസം എന്നത് ഒരു ജോലി മാത്രമല്ല, ആയുഷ്കാലത്തേക്കുള്ള ഒരു അവസരമാണ്. അത് നാട്ടിലേക്ക് പണം അയക്കാൻ വേണ്ടി മാത്രം ആയിപ്പോകരുത്, മറിച്ച് ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന സമ്പത്ത് സൃഷ്ടിക്കാനുള്ള അവസരമായി മാറ്റണം. വിദേശത്തു നിന്നുള്ള അവസാന വിമാനം നാട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നത് സന്തോഷത്തോടെയാകണം. കൃത്യമായ ബജറ്റ് തയ്യാറാക്കി പണം ഉപയോഗിക്കണം. കടങ്ങളിൽ നിന്നെല്ലാം മോചിതനാകണം. കുടുംബത്തിനും സ്വന്തം പേരിലും ഇൻഷുറൻസുകൾ എടുക്കണം. നിക്ഷേപങ്ങൾ ഒന്നിൽ മാത്രം ഒതുങ്ങരുത്. നിയമപരമായ കാര്യങ്ങൾ മറക്കുകയും അരുത്. റിട്ടയർമെൻറ്റിനായി നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക. ഇനി ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ ഏത് രാജ്യത്താണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്? നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നം എന്താണ്? നിങ്ങളുടെ സമ്പാദ്യ രീതികൾ എന്തൊക്കെയാണ്? ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. വീഡിയോ മറ്റുള്ള പ്രവാസി സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കാനും മറക്കരുത്. സാമ്പത്തിക മേഖലയിലെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.